എൻ്റെ അരികിൽ ഒരു ഹസ്ബൻഡ് ഭാര്യയുമായിട്ട് വന്നു. ഭാര്യയുടെ മനസ്സിൻ്റെ സമനില പോയി. ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഭർത്താവ് നീണ്ട നാളുകളായിട്ട് ഭാര്യ അടിക്കുമായിരുന്നു. കൈവപ്പ് ശുശ്രൂഷ. കൈവപ്പ് ശുശ്രൂഷ. ആ പീഡനത്തിന്റെ നടുവിൽ ഈ സഹോദരി അതാരോടും പറഞ്ഞില്ല, സപ്രസ് ചെയ്തു. രണ്ടാമത് വേറൊരു കാര്യം, അടിയും പീഡനവും ഉണ്ടാകുമ്പോൾ ഇവർ കരഞ്ഞില്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇതിനെയെല്ലാം എക്സ്റ്റേണലൈസ് ചെയ്ത് ഇതിനെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ ഒന്നാണ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഷെയറിംഗ്, പങ്കുവെക്കുക. എന്റെ വേദനകൾ പാസ്റ്റർ പങ്കുവെക്കുമ്പോൾ ഭാരം എടുത്തു. രണ്ട് കരച്ചിൽ, കണ്ണുനീരെന്ന് പറയുന്നത് ഭയങ്കര സൗഖ്യത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു മരുന്നാണ്. ഈ സഹോദരി ഇത് രണ്ടും ചെയ്തില്ല, ആരോടും പങ്കുവച്ചില്ല, കരഞ്ഞില്ല. അടി കിട്ടുമ്പോൾ ഇങ്ങനെ പാവയെ പോലെ നിൽക്കും. നീണ്ട നാളുകൾ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിന്റെ സമനില പോയിരിക്കുകയാണ്. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. ഇത് വലിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. ഈ കേടുവന്ന ഒരു സഹോദരിയെ വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? മരുന്നിന് കഴിയുമോ? ഈ സൗഖ്യങ്ങൾ യേശുക്രിസ്തുവിനാൽ മാത്രമേ സംഭവിക്കൂ. ആമേൻ.